പോയിന്റ് നിലയെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ ഒരു 7-7:30 ആ സമയത്ത് സംസാരിച്ചപ്പോൾ പോയിന്റ് നിലയിൽ കോഴിക്കോടായിരുന്നു മുൻപന്തിയിലുണ്ടായിരുന്നത്. കോഴിക്കോടിൻ്റെ വ്യക്തമായ ആധിപത്യം ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ അത് ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് നമുക്കത് പൂർണ്ണമായും പറയാൻ പറ്റില്ല. ഒരു മേധാവിത്വമെന്നോ ആധിപത്യമൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആദ്യത്തെ ദിവസം മുന്നിൽ കോഴിക്കോടായിരുന്നു എന്ന് പറയാം. ഇപ്പോൾ തൃശ്ശൂരും കോഴിക്കോടും ഒരേ പോയിന്റാണ് നില. 124 പോയിന്റായി മാറിയിരിക്കുകയാണ് ഇരു ജില്ലകളിലെയും പോയിന്റ് നില. രണ്ടാം സ്ഥാനത്ത് കണ്ണൂരാണ്. 119 പോയിന്റാണ് കണ്ണൂരിനുള്ളത്. കൊല്ലം ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. കോഴിക്കോടിനൊപ്പം ഉണ്ടായിരുന്നു ഒരു സമയത്ത് കൊല്ലം. പക്ഷേ ആതിഥേയരായ കൊല്ലം 116 പോയിന്റുമായി ഇപ്പോൾ 4-ം സ്ഥാനത്താണ്. പാലക്കാട് 113. ഇങ്ങനെയാണ് ആദ്യത്തെ ഒരു 3-4 ജില്ലകളെ എടുക്കുകയാണെങ്കിൽ, 3-4 സ്ഥാനക്കാരെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുക. പക്ഷേ ഇന്ന് പൊതുവെ മോഹിനിയാട്ടത്തോടു കൂടി തുടങ്ങിയ മത്സരങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നേ ഉള്ളൂ. ആദ്യത്തെ പ്രധാന വേദി ആശ്രമ മൈതാനത്തെ പ്രധാന വേദിയിൽ ഇപ്പോൾ സംഘനൃത്തമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘനൃത്തം ഒരല്പം വൈകിയാണ് ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സമയം നീണ്ടുപോകും സംഘനൃത്തം അവസാനിക്കാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല രചനാ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാർട്ടൂൺ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ മറ്റു മത്സരങ്ങളൊക്കെ ഇനിയുണ്ട്. കഥകളിയുടെ ഹൈസ്കൂൾ വിഭാഗമൊക്കെ ഒരുപക്ഷെ നാളെയാണ് നടക്കാനിരിക്കുന്നത്. ആ രീതിയിൽ മത്സരങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും പോയിന്റ് നില ഞാൻ ഇപ്പോൾ പറഞ്ഞത് വെച്ച് നമുക്ക് വിലയിരുത്താനേ പറ്റില്ല. ഓരോ നിമിഷവും മാറാം. നാളെയൊക്കെ പ്രധാനപ്പെട്ട ഐറ്റങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ വർഷവും കണ്ടതാണ്. അവസാന ദിവസമാണ് പല മത്സരങ്ങളും കണ്ടതിന് ശേഷം പോയിന്റ് നിലയിൽ വലിയ മാറ്റങ്ങൾ വന്നത്. കോഴിക്കോട് ഒന്നാമതൊക്കെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ് നില വെച്ചിട്ട് നമുക്ക് വിലയിരുത്തേ വേണ്ട. എങ്കിലും ഇന്നത്തെ ഒരു ദിവസം കോഴിക്കോട് വ്യക്തമായ ആധിപത്യമുണ്ട്. ഇപ്പോൾ കോഴിക്കോടും തൃശ്ശൂരും ഒരേപോലെയാണ് പോയിന്റ് നില.